ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയുടെ വധത്തിന് പ്രതികാരം ചെയ്യുകയാണ് ഇറാൻ. യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാതെ ഇസ്രായേലിന് നേരെയും അറബ് രാജ്യങ്ങൾക്ക് നേരെയും ഗൾഫ് കൺട്രികൾക്ക് നേരെയും അതിരൂക്ഷമായ ആക്രമണം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ നടത്തുകയാണ് ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിലെ ടെൽ അവീവ്, ഹൈഫ, ജെറുസലേം തുടങ്ങിയ പട്ടണങ്ങൾ ലക്ഷ്യമാക്കി ഇറാന്റെ ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് മിസൈലുകൾ നിരന്തരമായി എത്തുന്നു. എന്നാൽ ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ കഴിവുകൊണ്ട് മാത്രം ആ ബാലിസ്റ്റിക് മിസൈലുകളൊന്നും തന്നെ ആ രാജ്യത്തെ ജനങ്ങളെ സാരമായി ബാധിക്കുന്ന തരത്തിൽ എത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ മണിക്കൂറുകളിലും ഡ്രോൺ ആക്രമണങ്ങളും ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളും ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഇറാൻ നിരന്തരം നടത്തിയെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ടെൽ അവീവിലെ ബരാക്ക് മേഖലയിലെ ഇസ്രായേലിൻ്റെ പ്രതിരോധ കേന്ദ്രത്തെ ലക്ഷ്യമിട്ട് കനത്ത ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും ഇറാൻ സേന നടത്തിയതായുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഇതുകൂടാതെ ഹൈഫയെ ലക്ഷ്യമിട്ടു, ടെൽ അവീവിനെ ലക്ഷ്യമിട്ടു, ജെറുസലേമിനെ, ഈസ്റ്റ് ജെറുസലേമിനെ ലക്ഷ്യമിട്ടുകൊണ്ട് വൻതോതിലുള്ള ആക്രമണങ്ങൾ ഇറാൻ നടത്തിയതായുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. പക്ഷേ ഈ ആക്രമണങ്ങളൊന്നും തന്നെ ലക്ഷ്യം കണ്ടില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇതാണ് ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ കരുത്ത്. അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ മികവാണ് അതിന് ഏറ്റവും വലിയ സാക്ഷ്യപത്രം. ആ രാജ്യത്തിൻ്റെ വ്യോമ പ്രതിരോധം തകർത്തുകൊണ്ട് ഒരു ഡ്രോണിനോ ബാലിസ്റ്റിക് മിസൈലിനോ കടന്നു കയറുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത്രത്തോളം പഴുതടച്ച സുരക്ഷയാണ് ഇസ്രായേൽ എന്ന രാജ്യം തങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ഇസ്രായേൽ ഇറാൻ ആക്രമണത്തിന് പിന്നാലെ ആയത്തുള്ള അലി ഖമേനി എന്ന ഇറാന്റെ പരമോന്നത നേതാവിനെ വധിച്ചതിന് പിന്നാലെ തലങ്ങും വിലങ്ങും ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് ഇറാൻ. ഗൾഫ് മേഖലയിലേക്ക്, കുവൈറ്റിലേക്ക്, സൗദിയിലേക്ക്, ബഹ്റൈനിലേക്ക്, ഖത്തറിലേക്ക് എല്ലാം തന്നെ ഒരു തരത്തിലുമുള്ള ദയാദാക്ഷിണ്യമില്ലാത്ത ആക്രമണമാണ് ഇറാൻ അഴിച്ചുവിട്ടിരിക്കുന്നത്. ആക്രമണത്തിൽ നിരവധി കേന്ദ്രങ്ങൾ തകർന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അതിനിടയിലാണ് ഇസ്രായേലിന് നേരെയും നിരന്തരമായി ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആക്രമണങ്ങളിൽ ഇസ്രായേലിന് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും സുപ്രധാന വിവരം. കാരണം ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനത്തിൻ്റെ മികവ് കൊണ്ടാണ് ഒരു പോറൽ പോലും ആ രാജ്യത്തിന് ഏൽക്കാത്തത്. ഇപ്പോൾ ഇതാ ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ കഴിഞ്ഞ 12 മണിക്കൂറിനിടയിൽ 18ഓളം ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് മിസൈലുകളാണ് ഇറാൻ ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടത്. മറ്റേതെങ്കിലും ഒരു രാജ്യമായിരുന്നുവെങ്കിൽ ആ രാജ്യം തകർന്ന് തരിപ്പണമാകുന്നതിന് ഈ 12 മിസൈലുകൾ പോലും വേണ്ടിവരില്ലായിരുന്നു. ഈ 12 മിസൈലുകളും ഈ ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു തന്ത്രപ്രധാനമായ മേഖലയിൽ പതിച്ചിട്ടില്ല. 12 മിസൈലുകളിൽ ബഹുഭൂരിപക്ഷത്തെയും ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തരിപ്പണമാക്കി. 1-2 എണ്ണം ഇസ്രായേലിനുള്ളിലെ തുറന്ന പ്രദേശങ്ങളിൽ വീണു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്തായാലും ശരി തന്നെ, ഇറാൻ എന്ന രാജ്യത്തിൻ്റെ ആക്രമണത്തെ പരിപൂർണമായും തകർത്ത് തരിപ്പണമാക്കുകയാണ് ഇസ്രായേൽ. അതേസമയം ഇറാൻ എന്ന രാജ്യത്തിൻ്റെ സുപ്രീം ലീഡറെ കഴിഞ്ഞ ദിവസം കാലപുരിക്കയച്ചത് ഇസ്രായേൽ എന്ന രാജ്യമാണ്. ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ തൊടുത്തുവിട്ട 30 ബോംബുകളാണ് ആയത്തുള്ള അലി ഖമേനി എന്ന കഴിഞ്ഞ 36 വർഷങ്ങളായി ഇറാനെ ഭരിച്ചിരുന്ന, ഇറാൻ്റെ എല്ലാമായിരുന്ന ആ ആയത്തുള്ള അലി ഖമേനിയെ വധിച്ച് കാലപുരിക്കയച്ചത് എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം.